നൈസ് പടം ചേട്ടാ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് അത്ര ഒരു കിട്ടിയില്ല, ഇമ്പാക്റ്റ് കിട്ടിയില്ല. ക്ലൈമാക്സ് കുഴപ്പമില്ല, 2-3 ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അത് വർക്കായി. പക്ഷേ ബാക്കിയെല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു. പിന്നെ ഗൗതം വാസുദേവൻ്റെ ആ ഒരു എഡിറ്റിംഗ് സ്റ്റൈലും ആ എഡിറ്റ് വെച്ചേക്കുന്ന രീതി കൊള്ളാം. ഹ്യൂമേഴ്സൊക്കെ വർക്കായി, എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഉള്ള രീതിയിൽ പോയി. ഭയങ്കര പ്രതീക്ഷിച്ചൊന്നും പോകണ്ട, പക്ഷേ ഒരു OTT വാച്ചെന്ന് പറയാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ചേട്ടാ, കുഴപ്പമില്ല. വലിയ അവസാനം ക്ലൈമാക്സ് കൊള്ളാം, അല്ലാതെ മൊത്തത്തിൽ ഇത്തിരി സ്ലോ ആണ് കണ്ടോണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ഉള്ള പടം കുഴപ്പമില്ല. ബാക്കി ഫസ്റ്റ് ഹാഫ് കുറേ നേരം കൊള്ളാം, പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ കുറച്ച് ഇതാവും, പിന്നെ ക്ലൈമാക്സ് കൊള്ളാം. മൊത്തത്തിൽ ആവറേജ് പടം, ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നുന്നത്. അടിപൊളിയാണ്, എൻഗേജിങ് ആണ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ എവിടെയൊക്കെയോ കണ്ടു മറന്നൊരുതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പക്ഷെ കൊള്ളാം, 1 ടൈം വാച്ചബിളാണ്. എടുത്തു പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. മമ്മൂക്കയുടെ ആക്ടിങ് അല്ലാണ്ടെന്ന് എടുത്തു പറയാൻ. പിന്നെ ആ പുള്ളിക്കാരനെ കൊള്ളാം, ഓപ്പോസിറ്റ് നിന്ന് ചെയ്ത കാർത്തിക് എന്ന ക്യാരക്ടർ ചെയ്തതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല എടുത്തു പറയാനൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടില്ല. നല്ല സിനിമയാണ്, എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ്, അടിപൊളിയാണ്, അടിപൊളി, നല്ല പടമാണ്, നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു. കൊള്ളാം, സസ്പെൻസ് പടമാണ്, ത്രില്ലറാണ്, കുഴപ്പമില്ല. കൊള്ളായിരുന്നു. അടിപൊളിയാണ്, നൈസായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു, നൈസായിരുന്നു, നല്ല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നല്ല പുതിയൊരു മൂവി. മമ്മൂക്ക കോമഡി എല്ലാം ഉണ്ട്, ഗൗതം സുരേഷും കൊള്ളാം. നല്ല കോമഡി ത്രില്ലർ മൂവി ചേട്ടാ. നല്ല സിനിമ, അടിപൊളി പടം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോമഡി പടം കാണുന്ന രീതിയിൽ വന്ന് കാണരുത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അതുപോലെ ഫസ്റ്റ് ഹാഫ് ലാഗില്ലാതെ പോയി, സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും ആ ലാഗെല്ലാം മാറി, പടം ഒരു കിടിലം പടമായിട്ട് മാറി. ഒരു അടിപൊളി ട്വിസ്റ്റൊക്കെ ഉള്ള കാര്യമാണ്. പിന്നെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോറായി പോകും. നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണുക, സൂപ്പർ സിനിമ. മമ്മൂക്കയും ഗൗതം സുരേഷും തമ്മിലുള്ള ആ ഒരു സംഭവം അടിപൊളിയായി വർക്കൗട്ടായിട്ടുണ്ട്. മമ്മൂട്ടി വീണ്ടും അയാൾ പറയുമ്പോൾ തന്നെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ നടനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂ ഇയറിൽ ആദ്യത്തെ മമ്മൂക്ക ചിത്രമാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ചിത്രം തന്നെയായിരുന്നു. ചിത്രം നമ്മൾ ഗൗതം വാസുദേവൻ്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രതീക്ഷ തെറ്റിച്ചില്ല. പിന്നെ ഗോകുൽ സുരേഷ്, മമ്മൂക്ക രണ്ടുപേരും കൂടിയുള്ള ഒരുമിച്ചുള്ള ചിത്രം, അതും നല്ല ചിത്രമായിരുന്നു. പക്ഷേ ഇത്രയും നന്നായിട്ട് ഒരു പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ആളിപ്പം മമ്മൂക്ക തന്നെയാണ്. നല്ല രീതിയിലുള്ള ചിത്രം തന്നെയാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ചിത്രം ന്യൂ ഇയറിൽ ഫസ്റ്റ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ന്യൂ ഇയർ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, ഒരു സ്മാർട്ടായി തോന്നുമായിരുന്നു, കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് തോന്നുമായിരുന്നു ആ ചിത്രത്തെ നമ്മൾ ആദ്യമായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഇപ്പോഴാണ് സിനിമയ്ക്കൊരു മലയാള സിനിമയുടെ ഒരു ന്യൂ ഇയർ എഫക്റ്റ് വന്നത്. അത്രയ്ക്ക് നല്ല രസമായുള്ള ചിത്രം തിയേറ്റർ വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. നല്ല രസം.